ഇന്ന് രാത്രികാലം ഒരു വാക്യം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. അതിന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ചാട്ടെ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഇന്ന് യേശു നിന്നോട് സംസാരിച്ചാൽ, ഇന്ന് അവൻ നിന്റെ ഹൃദയത്തെ തൊട്ടാൽ, ഇന്ന് ഈ വചനം നിന്നോട് സംസാരിച്ചാൽ, ദൈവപൈതലേ, നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഇന്നിവിടെ നിൽക്കുമ്പോൾ, തീർച്ചയായിട്ടും ഇന്ന് പുൽപ്പുറ്റിൽ ഈ ഭോപ്പാലിന്റെ പ്രദേശത്ത് ഞാൻ നിൽക്കുമ്പോൾ, നിന്റെ ഭവനത്തിലിരുന്ന്, ഒരുപക്ഷെ നിന്റെ ഭവനത്തിലിരുന്നോ ജോലി സ്ഥലത്തായിരുന്നോ ആയിരിക്കാം നീ വചനം ശ്രവിക്കുന്നത്. ഈ 2020 കടന്നു പോകുന്നതിന് മുമ്പ് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കാൻ പോവുകയാണ്. ഇന്ന് എന്റെ യേശു ഈ വചനത്തിലൂടെ നിന്നോട് സംസാരിച്ചാൽ നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത് കേട്ടോ. നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത് കേട്ടോ. എന്നാണെന്ന് അറിയാമോ? നാളത്തെ ദിവസത്തെ പറ്റി നിനക്കറിയത്തില്ല. നാളത്തെ ദിവസം എന്തായി തീരുമെന്ന് നിനക്കറിയത്തില്ല. നാളത്തെ ദിവസത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. നാളത്തെ ദിവസത്തിന്റെ അവസ്ഥ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ യേശു ഇന്ന് രാത്രികാലം വചനത്തിലൂടെ സംസാരിക്കുന്നു. നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത് ദൈവപൈതലേ. അവന്റെ സന്നിധിയിലേക്ക് മടങ്ങുക. കഴിഞ്ഞ നാളുകളിൽ നീ എങ്ങനെയുമായിരുന്നോട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതം എങ്ങനെയുമായിരുന്നോട്ടെ, അതൊന്നും എന്റെ കർത്താവിന് പ്രശ്നമില്ല. അതൊന്നും എന്റെ കർത്താവിന് വിഷയമില്ല. യേശു നിന്റെ പാപത്തെ പോക്കുന്ന കർത്താവ്. യേശു നിന്റെ കുറവുകളെ മാറ്റുന്ന കർത്താവ്. യേശു നിന്റെ അവസ്ഥയെ മാറ്റുന്ന കർത്താവ്. ഇന്ന് രാത്രികാലം ഈ വചനം നീ ശ്രമിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ഈ വചനത്തിലൂടെ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുക, അവന്റെ സന്നിധിയിലേക്ക് മടങ്ങുക. ഒന്ന് ഇന്ന് രാത്രികാലം പറയുവാനുള്ളൂ, റിപ്പന്റൻസ്, മനസാന്തരപ്പെട്. റിപ്പന്റൻസ്, മനസാന്തരപ്പെട്. എന്താണെന്ന് അറിയാമോ? അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി യേശു മധ്യാകാശത്തിൽ വരുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ചിലരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഓൺലൈനിലൂടെ നിന്നോട് സംസാരിക്കുന്നു. റിപ്പന്റൻസ്, മനസാന്തരപ്പെട്. ഇന്ന് രാത്രികാലം യേശു നിന്നെ വിളിക്കുക. സഹോദര, ഇന്ന് രാത്രികാലം യേശു നിന്നെ വിളിക്കുക. സഹോദരി, ഇന്ന് രാത്രികാലം യേശു നിന്നെ വിളിക്കുക. കഴിഞ്ഞ നാളുകളിൽ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് വരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇറങ്ങുവാൻ കഴിയാതെ പല വിധത്തിലുള്ള ചിന്തകളാൽ ഭാരപ്പെട്ടിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ സംസാരിക്കുന്നു. നീ മനസാന്തരപ്പെട്. യേശു നിന്നെ വിളിക്കുക. അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്കും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവന്റെ വലിയ പ്രവർത്തികളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്കും അവനെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു പുതിയ തീരുമാനം എടുത്തോണം. ഈ 2020 എന്നെ വിട്ട് കടന്നു പോകുമ്പോ 2021 ഞാൻ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തനിച്ചല്ല, എന്റെ യേശുവിന്റെ കൂടെ ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ പരാജയപ്പെടത്തില്ലെന്നേ. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ തോൽക്കത്തില്ലെന്നേ. യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പല സംവത്സരങ്ങളും അവൻ നിനക്ക് വേണ്ടി മടക്കി തരുമെന്ന് ഇന്ന് രാത്രികാലം നീ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ
ഈ 2021 നിന്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറണമെങ്കിൽ മാനസാന്തരപ്പെട്ട് യേശുവിനോടൊപ്പം ഇന്ന് രാത്രി കാലം ഒരു തീരുമാനമെടുത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനോടൊപ്പം ഈ 2021 പ്രവേശിപ്പാൻ കഴിയുമോ? യേശു നിന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. രാത്രി കാലം തിരുവചനത്തിലൂടെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. യേശു രക്ഷിച്ച ഒരു വ്യക്തി. ഹല്ലേലൂയ. യേശു വിടുവിച്ച ഒരു വ്യക്തി. ലോകം പറഞ്ഞതല്ല കർത്താവ് നിന്നെ പറ്റി പറയുന്നത്. ലോകം ആഗ്രഹിക്കുന്നതല്ല കർത്താവ് നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. ലോകം എന്തും പറയട്ടെ, നിന്റെ സുഹൃത്തുക്കൾ എന്തും പറയട്ടെ, നിന്റെ കുടുംബക്കാർ എന്തും പറയട്ടെ, നിന്റെ ചുറ്റുപാടുമുള്ളവരും എന്തും പറയട്ടെ, എന്റെ കർത്താവിന് വിഷയമില്ല. നിന്നെ പറ്റി എന്റെ യേശുവിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് നടക്കത്തില്ല. എന്റെ കർത്താവ് എന്ത് പറഞ്ഞോ അതേ നടക്കത്തുള്ളൂ കേട്ടോ. ദൈവത്തിന്റെ വചനത്തിലെ ഒരു വ്യക്തി ഇന്ന് രാത്രിക്കാലം ഞാൻ പരിചയപ്പെടുത്താൻ പോയി. അവന്റെ പേരെന്താണെന്ന് അറിയാമോ? അവന്റെ പേര് സക്കായി. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ, 19-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം കൊണ്ട് വായിച്ചാട്ടെ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ മതി. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യേശു യെരിഹോവിലെത്തി. 33.5 വർഷക്കാലം ജീവിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിപ്പാൻ ഇടയായിരുന്നു. തന്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങൾ, ഹല്ലേലൂയ, അവൻ യെരിഹോവിൽ കടന്നു വരുവാൻ ഇടയായിരുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഈ യെരിഹോവിൽ യേശു ഒത്തിരി അത്ഭുത പ്രവർത്തികളൊന്നും ചെയ്തെന്ന് കാണുന്നില്ല. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു അത്ഭുതം ചെയ്തു. യേശു രോഗികളെ സൗഖ്യമാക്കി. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ കേവലം ഒരു സൗഖ്യം മാത്രമാണോ യേശുവിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത്? ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ കേവലം ഒരു രോഗസൗഖ്യം മാത്രമാണോ നീ ആഗ്രഹിക്കുന്നത്? രോഗസൗഖ്യത്തെക്കാൾ ഉപരി വലിയത് ചെയ്യുവാൻ കഴിയുന്നവരാണ് നമ്മുടെ കർത്താവ് കേട്ടോ. രോഗസൗഖ്യം വേണം, ശരിയാ. വിടുതൽ വേണം, ശരിയാ. ബന്ധനങ്ങൾ അഴിയണം, ശരിയാ. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, രോഗസൗഖ്യത്തെക്കാൾ ഉപരി നിനക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നുണ്ട്. എന്നാണെന്ന് അറിയാമോ? പാപസൗഖ്യമാണ് നിനക്ക് വേണ്ടിയത്. രോഗസൗഖ്യത്തെക്കാൾ ഉപരി യേശു ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട് സഹോദര. യേശു ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട് സഹോദരി. രോഗസൗഖ്യമല്ല, പാപസൗഖ്യം അവൻ ആഗ്രഹിക്കുന്നെന്ന്. എന്തിനു വേണ്ടിയിട്ടാ എന്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നെന്നറിയാമോ? ഹല്ലേലൂയ. നിന്റെ രോഗം മാറ്റാനല്ല, ഹല്ലേലൂയ, നിന്റെ പാപം പോകാൻ വേണ്ടിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നെന്ന്. നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ ഭൂമിയിലേക്ക് വന്നതെന്ന്. അങ്ങനെയെങ്കിൽ യേശു വന്നത് പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാനാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ഓൺലൈനിലൂടെ വചനം ശ്രമിക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അവൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നോ? അവൻ നിന്റെ പാപത്തെ പോക്കിയോ? യേശു നിന്റെ പാപത്തെ പോക്കിയില്ലെങ്കിൽ പിന്നെ എന്താ നിന്റെ ജീവിതത്തിൽ നീ നേടിയത്? രോഗസൗഖ്യം കിട്ടി, ശരിയാ. രോഗസൗഖ്യം കിട്ടിയ നീ ഇപ്പൊ എങ്ങോട്ടാ, എവിടെയാ? ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ സൗഖ്യം കിട്ടിയ പലപ്പോഴും യേശുവിന്റെ സന്നിധിയിൽ നകന്ന് യേശുവിന് വേണ്ടാത്ത വിധം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവന്റെ സന്നിധിയിലേക്ക് നീ മടങ്ങുക. രോഗസൗഖ്യമല്ല, പാപസൗഖ്യമാ പ്രാപിക്കേണ്ടതെന്ന്. യെരിഹോവിൽ യേശു ചെയ്ത
ഒരു അത്ഭുത പ്രവൃത്തി എന്നാണെന്ന് അറിയാമോ? സക്കായി എന്ന വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവൻ കൊണ്ടുവന്നു. ഹല്ലേലൂയ. യെരിഹോവിൽ മറ്റു വലിയ വീര്യപ്രവൃത്തിയൊന്നും കർത്താവ് ചെയ്തില്ല. യെരിഹോവിൽ മറ്റു വലിയ വീര്യപ്രവൃത്തിയൊന്നും യേശു ചെയ്തിട്ടില്ല. യെരിഹോവിൽ അന്ന് യേശു ചെയ്തത് ഒരൊറ്റ വീര്യപ്രവൃത്തി ഉള്ളൂ. ആ വീര്യപ്രവൃത്തി എന്താണെന്ന് അറിയാമോ? സക്കായി അവൻ യേശുവിനെ അറിയുവാനിടയായി. സക്കായി എന്ന വ്യക്തി അവൻ രക്ഷപ്പെടുവാനിടയായിരുന്നു. യേശു അവന്റെ പാപത്തെ പോക്കി യേശു അവന്റെ കുടുംബത്തിൽ വസിപ്പാനിടയായിരുന്നു. മറ്റെന്ത് വീര്യപ്രവർത്തികളെക്കാളും അധികം ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? എന്ത് കിട്ടിയാലും പാപത്തിൽ നിന്നൊരു സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഒന്നും ആകത്തില്ലല്ലോ. ധനം കിട്ടിയാലും സമ്പത്ത് കിട്ടിയാലും പാപത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ നീ നേടിയത്? എന്നാൽ സക്കായി നേടിയത് അതാ, അവൻ പാപത്തിൽ നിന്ന് വിടുതൽ നേടി. യെരിഹോവിൽ സക്കായി നേടിയതുപോലെ ഇന്ന് രാത്രികാലം നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവിൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. സക്കായിയെ വിടുവിച്ച കർത്താവ് നിന്റെയും വിടുവിപ്പാൻ ശക്തനായ കർത്താവാണ്. ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്തുതിക്കണം കേട്ടോ. ഇന്ന് രാത്രികാലം നിന്റെ ഭവനം ഒരു ആരാധനാലയമായി മാറാൻ പോയി. ഇന്ന് രാത്രികാലം നിന്റെ ഭവനം അതിശക്തിയോടെ ആരാധന മുഴങ്ങാൻ പോയി. ആരാധന വെളിപ്പെട്ടാൽ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയും. ആരാധന വെളിപ്പെട്ടാൽ ബന്ധന വഴിയുവാനിടയാക്കണം. സക്കായി പ്രാപിച്ച അനുഭവം, സക്കായി പ്രാപിച്ച വിടുതല് ദൈവ പൈതലെ ഇന്ന് രാത്രിയിൽ നീയും പ്രാപിക്കണമെന്ന രാത്രികാലം ഓൺലൈനിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് മടങ്ങിപ്പോകുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചേ. ചിലതൊക്കെ പ്രാപിച്ച്, കൃപ പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച്, ശക്തി പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ യേശു നിന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രികാലം യേശുവിന് വേണ്ടി സമർപ്പിക്കേ. ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടോ. യേശു യെരിഹോവിലെത്തി അതുവഴി കടന്നു പോകുക. യേശുവിന്റെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ ഈ യാത്ര ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. എന്ന കാര്യം അറിയാമോ? ഈ യാത്ര, യെരിഹോവിലൂടെയുള്ള യേശുവിന്റെ യാത്ര, യേശുവിന്റെ അന്ത്യയാത്രയാ. യെരിഹോവിലൂടെ യെരുശലേമിലേക്ക് പോകുന്ന യേശു ഇനി തിരിച്ചെരിഹോവിലേക്ക് വരത്തില്ല. ഇനി അവൻ തിരിച്ചെരിഹോവിലേക്ക് വരത്തില്ല. യേശു യെരുശലേമിലേക്ക് പോകുമ്പോൾ യേശുവിനറിയാം, ഇനി ഞാൻ ഈ യെരിഹോവിലേക്ക് വരത്തില്ല. എന്താണെന്ന് അറിയാമോ? യെരുശലേമിൽ ചെല്ലുന്ന യേശു ഏതാനും ദിവസങ്ങൾക്ക് അകം മനുഷ്യപുത്രന്റെ കൈകളിൽ ഹല്ലേലൂയ ഏൽപ്പിക്കപ്പെടാൻ പോകുക. യേശു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുക. ഹല്ലേലൂയ. പാപികളുടെ കയ്യിൽ അവൻ ഏൽപ്പിക്കപ്പെടാൻ പോകുക. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ദൈവമക്കളെ, സക്കായിയുടെ ജീവിതത്തിൽ അവൻ പ്രാപിച്ച വിടുതല്, അവൻ പ്രാപിച്ച സൗഖ്യം എന്താണെന്ന് അറിയാമോ? യേശുവിന്റെ അവസാനമായിട്ട് അവൻ യെരിഹോവിലൂടെ കടന്നു വരുമ്പോൾ അന്ന് സക്കായിക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ സക്കായിയെ ഇനി നിനക്കൊരു അവസരം ലഭിക്കത്തില്ലായിരുന്നല്ലോ. ഇനി യേശു യെരിഹോവിലേക്ക് മടങ്ങി വരത്തില്ല കേട്ടോ. യെരുശലേമിലേക്ക് ചെല്ലുന്ന യേശു കാൽവരി ക്രൂസിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ പോവുക. അന്ന് സക്കായി വിടുവിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, അന്ന് സക്കായി യേശുവിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സക്കായിയെ പിന്നെ നിനക്ക് എപ്പോഴാണ് ഇനി അവസരം കിട്ടുന്നേ? ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവസാന നിമിഷത്തിൽ സക്കായി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം വചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു കേട്ടോ. ഈ തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു കേട്ടോ. അവൻ കള്ളനെ പോലെ വരും, അവൻ കള്ളനെ പോലെ വരും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും? ഈ 2020 അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ യേശു വരത്തില്ലെന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ഈ 2020 തീരുന്നതിന് മുമ്പ്
മധ്യാകാശത്തിൽ തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അവൻ വരത്തില്ലെന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ? യേശു യെരിഹോവിലൂടെ അവസാനമായി കടന്നുപോയതുപോലെ ഇന്ന് രാത്രികാലം യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി മധ്യാകാശത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്തായി തീരും നിന്റെ അവസ്ഥ? സക്കായി അവസാന നിമിഷത്തിൽ വിടുതൽ പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, മനസാന്തരപ്പെട്. യേശു ഒന്നാഗ്രഹിക്കുന്നു, നീ മനസാന്തരപ്പെട്. ഇതിൽ കൂടുതലൊന്നും എന്റെ കർത്താവ് നിന്നെ പറ്റി ആഗ്രഹിക്കുന്നില്ല. ഇതിൽ കൂടുതലൊന്നും എന്റെ കർത്താവിന് വേണ്ടെന്ന് ഒന്നവൻ ആഗ്രഹിക്കുകയാ. തന്റെ ശരീരത്തെ കാൽവരി ക്രൂശിൽ അർപ്പിക്കുമ്പോൾ യേശു ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇതാ: നിന്റെ മാനസാന്തരമാ, നിന്റെ വിടുതല, പാപത്തിൽ നിന്നുള്ള നിന്റെ വിടുതല് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, യേശു നിന്റെ മാനസാന്തരം ആഗ്രഹിക്കുക. രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. സക്കായിയെ പോലെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രികാലം എത്ര പേരുണ്ട്? സക്കായിയെ പോലെ സകലതും വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ എത്ര പേരുണ്ട്? ദൈവമക്കളെ, യേശു നിന്നെ വിളിക്കുന്നു, ഉടയവൻ നിന്നെ വിളിക്കുന്നു, ജീവനായകൻ നിന്നെ വിളിക്കുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവൻ ഈ അഖിലാണ്ടത്തെ അവൻ ഇല്ലാതാക്കി കളയുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ഒരു ചാൻസ് കൂടി, ഒരു അവസരം കൂടി യേശു നിനക്ക് വേണ്ടി തരുന്നു. ഇന്ന് രാത്രികാലം അവൻ നിന്നെ വിളിക്കുന്നു. അവൻ repentance. Praise the Lord. രണ്ടാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യം. ചുങ്കക്കാരിൽ പ്രമാണിയും. സക്കായി ആരായിരുന്നു അറിയാമോ? ചുങ്കക്കാരിൽ പ്രമാണിയും. ഒന്ന്, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയാ, ധനവാനുമായ. അവൻ ധനവാനാ. സക്കായി എന്ന പേരുള്ള പുരുഷൻ. സക്കായി നമ്മളത് പരിചയപ്പെടാൻ പോവുക കേട്ടോ. ഒന്ന്, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയാ. രണ്ട്, സക്കായി ധനികനാ. യേശു വരുന്നു എന്ന ശ്രുതി കേട്ടപ്പോൾ സക്കായി ഇവിടെ ചെയ്ത് എന്നാണെന്നറിയാമോ? അവൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടുവാനിടയേറ്റ. സക്കായി ധനവാനാണ്, സക്കായി പ്രമാണിയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ശ്രുതി കേട്ടപ്പോൾ താൻ ആരാണെന്നല്ല സക്കായി ഓർത്തത്. യേശു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താൻ ആരാണെന്നല്ല സക്കായി ഓർത്തേ. ഹല്ലേലൂയ. താൻ ആരാണെന്നുള്ള വിവരം മറന്നു കളഞ്ഞിട്ട് അവൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടുവാനിടയേറ്റത്. ഇന്ന് രാത്രികാലം യേശുവിന്റെ ശ്രുതി നീ കേൾക്കുമ്പോൾ, ഈ വചനം നിന്നോട് സംസാരിക്കുമ്പോൾ, നീ ആരാണെങ്കിലും എന്റെ കർത്താവിന് കുഴപ്പമില്ല. നീ ആരാണെന്നുള്ളതല്ല, നിന്റെ മുമ്പിൽ ആര് നിൽക്കുന്നു എന്നുള്ളത് വിഷയം. നിന്നെക്കാളും വലിയവനാ. ഹല്ലേലൂയ. നിന്റെ മുൻപ് കടന്നു പോകുന്ന കർത്താവെന്ന് ഇന്ന് രാത്രികാലം നീ തിരിച്ചറിയണം കേട്ടോ. ദൈവമക്കളെ, സക്കായി തിരിച്ചറിഞ്ഞു, ഞാനൊന്നുമല്ല, ഈ കടന്നു വരുന്ന കർത്താവ് വലിയവൻ. എന്റെ ഒന്നും ഞാൻ മുറുകെ പിടിക്കുന്നില്ല. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് പൊസിഷൻ ഉണ്ട്, എനിക്ക് പദവിയുണ്ട്. എന്നാൽ അതൊന്നും എനിക്ക് വിഷയമില്ല കർത്താവേ. എന്നാൽ അതൊന്നും എനിക്ക് വിഷയമില്ല കർത്താവേ. എനിക്ക് അങ്ങനെയൊന്നും കണ്ടാ മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലമായ സക്കായിയെ പോലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് രാത്രികാലം ആ സക്കായിയെ പോലെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. നമുക്ക് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, പൊസിഷനുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, ശരിയാണെന്നേ. എന്നാൽ അതൊക്കെ മറന്ന്, നിന്നെ തന്നെ മറന്ന്, നീ ആരാണെന്നുള്ളത് മറന്ന് ആ യേശുവിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രികാലം ഒന്ന് ഓടുവാൻ നിനക്ക് കഴിയുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. രാത്രികാലം ഈ വചനത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുക, സക്കായിയെ പോലെ അവന്റെ അടുക്കലേക്ക് വാ. സക്കായിയെ പോലെ അവന്റെ അടുക്കലേക്ക് വാ. നീ വരുന്നത് യേശുവിന്റെ അടുക്കലാണെങ്കിൽ ആ യേശു നിന്നെ വിടുവിപ്പാൻ ശക്തനായ കർത്താവല്ലേ?
നീ പോകുന്നത് ഒരു മനുഷ്യന്റെ അടുക്കലേക്കല്ലോ. നീ പോകുന്നത് ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുക്കലേക്കല്ല. നീ പോകുന്നത് ഉടയവന്റെ അടുക്കലേക്കാ. നീ പോകുന്നത് നസറേനായ യേശുവിന്റെ അടുക്കലേക്കാ. നീ പോകുന്നത് സർവശക്തന്റെ അടുക്കലേക്കാ. ഓ, അവൻ നിന്നെ വെടിവെപ്പാൻ തക്കവണ്ണ ശക്തനാണ്. പ്രമാണിയായ ധനികനായ സഖായി അവൻ യേശുവിന്റെ അടുക്കലേക്ക് പോയി. വായിച്ചാട്ട താഴേക്ക്. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. സഖായി യേശുവിന്റെ അടുക്കലേക്ക് പോകുമ്പോ സഖായിക്ക് ഒന്നേ ആഗ്രഹമുള്ളൂ കേട്ടോ. എന്താണെന്ന് അറിയാമോ? യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. യേശു എങ്ങനെയുള്ളവൻ ആണെന്ന് സഖായിക്കൊന്ന് അറിയണം. ഹല്ലേലൂയ. അന്ന് യേശു ആ യെരിഹോവിലൂടെ വന്നപ്പോൾ അനേകർ ഇവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. യേശു വരുന്ന വഴിയുടെ രണ്ട് സൈഡിലും നിരനിരയായിട്ട് ആളുകൾ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാ. ഹല്ലേലൂയ. അവിടെ വന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തനാ സക്കായി. അന്നൊക്കെ യേശുവിന്റെ അടുക്കലേക്ക് ഒരുവൻ ഓടി വരുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്തായിരിക്കും? യേശുവിങ്കിൽ നിന്ന് സൗഖ്യം വേണം, യേശുവിങ്കിൽ നിന്ന് വിടുതൽ വേണം, യേശുവിങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണം. അതിനു വേണ്ടിയിട്ട് അന്നൊക്കെ യേശുവിന്റെ അടുക്കലേക്ക് അനേകർ കടന്നു വരുവാൻ ഇടയാത്തിരുന്നത്. എന്നാൽ ഈ സക്കായി ഒന്ന് ചിന്തിച്ചു നോക്കേ. ഈ സക്കായിയെ പറ്റി ഒന്ന് ഓർത്ത്. അവൻ ഒന്നിനും വേണ്ടിയിട്ടല്ല യേശുവിന്റെ അടുക്കലേക്ക് വന്നേ. ആ സക്കായിക്ക് ഒന്നേ ആവശ്യമുള്ളായിരുന്നു, എനിക്ക് അവനെ ഒന്ന് അറിയണം, എനിക്ക് അവനെ ഒന്ന് കാണണം. ഹല്ലേലൂയ. ചുമ്മാതെ അല്ല കേട്ടോ സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. ചുമ്മാതെ അല്ല യേശു സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. യേശു നിന്റെ ഹൃദയത്തെ അറിയുന്ന കർത്താവാ. യേശു നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്ന കർത്താവാ. സക്കായിയുടെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരണമെങ്കിൽ അവൻ വെറുതെ അല്ല. യേശുവിനറിയാം ഈ കൂടി നിൽക്കുന്ന പുരുഷാരത്തിൽ നിന്ന് വ്യത്യസ്തനാണല്ലോ ഈ സക്കായി എന്ന് പറയുന്നത്. അനേകം യേശുവിന്റെ അടുക്കലേക്ക് സൗഖ്യത്തിനും വിടുതലുമായി കടന്നു വരുമ്പോൾ സക്കായി എന്ന വ്യക്തി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത് സൗഖ്യത്തിനല്ല, അവൻ യേശുവിനെ ഒന്ന് അറിയാനാ, അവൻ യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് നീ കർത്താവിന്റെ അടുക്കലേക്ക് വന്നേ? ഈ പുരുഷാരത്തെ പോലെ സൗഖ്യത്തിനാണോ, വിടുതലാണോ, അതോ സക്കായിയെ പോലെ അവനെ ഒന്ന് കാണാനാണോ, അവനെ ഒന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ്? ഹല്ലേലൂയ. സക്കായിയുടെ ഹൃദയത്തെ അറിഞ്ഞ കർത്താവ് അവൻ നിന്റെ ഈ ഹൃദയത്തെ അറിയുന്ന കർത്താവ്. സക്കായിയെ കണ്ട കർത്താവ് അവൻ നിന്നെയും കണ്ട കർത്താവ് കേട്ടോ. ഇന്ന് രാത്രികാലം സകലത്തെയും വിട്ടുകളഞ്ഞുകൊണ്ട് ഞാൻ എന്ന പാപം വിട്ടുകളഞ്ഞുകൊണ്ട് സക്കായിയെ പോലെ ഒന്നിറങ്ങി ഓടി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവ പൈതലെ, സക്കായിയെ മാനിച്ച കർത്താവ് നിന്നെയും മാനിക്കുവാൻ ശക്തനാണ്. സക്കായിയെ വിടുവിച്ച കർത്താവ് നിന്നെയും വിടുവിപ്പാൻ ശക്തനാണെന്നേ. സക്കായിയെ രക്ഷിച്ച കർത്താവ് നിന്നെയും രക്ഷിപ്പാൻ ശക്തനാണെന്നേ. സക്കായിക്ക് ഒരൊറ്റ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ, യേശുവിനെ ഒന്ന് കാണണം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരൊറ്റ ആഗ്രഹമേ സക്കായിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് അറിയാമോ? യേശുവിനെ ഒന്ന് കാണണം. വായിച്ചാട്ടെ. വളർച്ചയെ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. മതി, എന്റെ താഴേക്ക് വായിക്കാനുള്ളതാ. പ്രൈസ് ഗോഡ്. സക്കായി എങ്ങനെയുള്ളവനായിരുന്നു? അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. ഹല്ലേലൂയ. അവൻ എങ്ങനെയുള്ളവനായിരുന്നു? അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. യേശുവിന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന സക്കായിക്ക് ഒറ്റ അടിക്ക് ചെന്നിട്ട് യേശുവിനെ കാണാൻ പറ്റിയോ? പ്രൈസ് ഗോഡ്. യേശുവിന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന സക്കായിക്ക് നേരിട്ട് ഒരൊറ്റ അടിക്ക് ചെന്നിട്ട് യേശുവിനെ കാണാൻ പറ്റിയോ? ഇല്ല. പ്രൈസ് ഗോഡ്. നമ്മളെല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞ ഇല്ല. പ്രൈസ് ഗോഡ്. സക്കായി ചെന്നപ്പോ എന്നാ സംഭവിച്ചേ? അനേകർ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാ. എല്ലാവർക്കും എന്ത് ചെയ്യണം? യേശുവിനെ കാണണം. എല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ആ യേശു വരുന്നുണ്ട്, അവിടെ നിന്ന് അവനത് കാണണം. കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഹല്ലേലൂയ.
അവനിൽ നിന്ന് പ്രാപിച്ചു മടങ്ങിപ്പോകണം. ഇതാ സകലരുടെയും ആവശ്യം. യേശുവിന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന സക്കായിയുടെ ജീവിതത്തിൽ 2 പ്രതിസന്ധികളായിരുന്നു. ഹല്ലേലൂയ. ഒന്ന്, അവന്റെ മുൻപിൽ നിൽക്കുന്ന പുരുഷാരം. 2, അവൻ വളർച്ചയിൽ കൊറിയവനായിരുന്നു. അതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് ഞാൻ വരാം. യേശുവിന്റെ അടുക്കലേക്ക് യേശുവിനെ കാണുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സക്കായിയുടെ ജീവിതത്തിൽ വന്ന 2 പ്രതികൂലം. ഒന്ന്, അവന്റെ ബോഡി ലാംഗ്വേജ്, അവൻ കുറിയവനായിരുന്നു, അവൻ ഹൈറ്റ് ഇല്ലാത്തവനായിരുന്നു. 2, അവന് വിരോധമായി നിന്നത് പുരുഷാരമായിരുന്നു. യേശുവിന്റെ അടുക്കലേക്ക് സക്കായി ചെന്നപ്പോൾ, ഹല്ലേലൂയ, സക്കായിയെ പോലെ യേശുവിന്റെ അടുക്കലേക്ക് നമ്മളും വരുമ്പോൾ നമുക്ക് തടസ്സമായിട്ട് 2 വിഷയങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? ഒന്ന്, നിന്റെ ജഡം. 2, ഹല്ലേലൂയ, ഹല്ലേലൂയ, മനുഷ്യരാ. ഒന്ന് പറഞ്ഞേ, ഒന്ന് എന്റെ ജഡം, 2 ഹല്ലേലൂയ മനുഷ്യരാ. ആ മനുഷ്യർ പലപ്പോഴും മറ്റാരും ആയിരിക്കത്തില്ല. നിന്റെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നിന്റെ മാതാപിതാക്കളായിരിക്കാം, നിന്റെ മക്കളായിരിക്കാം, നിന്റെ ബന്ധുമിത്രാദികളായിരിക്കാം. സക്കായിക്ക് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിഞ്ഞില്ല. ഒന്ന്, അവന്റെ ജഡം. 2, അവിടെ കൂടി നിന്ന പുരുഷാരം. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയല്ലോ സംഭവിക്കുന്നേ. യേശുവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. പക്ഷെ പലപ്പോഴും സക്കായിയുടെ ജീവിതത്തിൽ തടസ്സമായി നിന്നതുപോലെ ഈ ജഡം അതിനൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. പല മനുഷ്യരും അതിന് തടസ്സമായി നിൽക്കുകയാണ്. എന്നാൽ ഒന്ന്, ഇന്ന് രാത്രിക്കാലം ഞാൻ പറയുക, നിന്റെ ജഡത്തെ നീ നോക്കണ്ട. നിനക്ക് വിരോധമായി നിൽക്കുന്നവരെ നീ നോക്കണ്ട കേട്ടോ. നീ യേശുവിനെ നോക്ക്. ഹല്ലേലൂയ. യേശു നിന്റെ സകല പ്രതിസന്ധികളെയും മാറ്റുന്നവനാണെന്ന്. ഹല്ലേലൂയ. ഒരിക്കലും ഈ ജഡം വിട്ടു പോകണ്ടേ. ഈ ജഡത്തിന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലല്ലോ. മനുഷ്യർക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലല്ലോ. ജഡത്തിനും മനുഷ്യർക്കും രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്നാൽ രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവന്റെ പേര് നസറേനായ യേശു ക്രിസ്തു എന്നാണെന്നേ. അവന്റെ പേര് യേശു എന്നാണെന്നേ. വിടുവിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട്. നിന്നെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. നിന്നെ ശക്തീകരിപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവന്റെ പേരാ യേശു. ഹല്ലേലൂയ. സക്കായി കുറിയവനായിരുന്നു. പുരുഷാര നിമിത്തം അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല. യേശുവിന്റെ അടുക്കിലേക്ക് പോകുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. താഴത്തേക്ക് വായിച്ചാട്ടെ. സക്കായി എന്ത് ചെയ്തു? എന്നാറെ അവൻ മുൻപോട്ടോടി. മതി. ഈ സക്കായി ഒന്ന് കാണുക കേട്ടോ. ഈ സക്കായി ഒന്ന് കണ്ടു പഠിക്കുക കേട്ടോ. അവന്റെ മുമ്പിൽ പല തടസ്സങ്ങളും നിന്നപ്പോൾ അവൻ യേശുവിനെ കാണാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ ബോഡി ലാംഗ്വേജും അവന് ചുറ്റും പുരുഷാരവും നിന്നപ്പോൾ അവൻ എന്നാ ചെയ്തെന്ന് അറിയാമോ? അവൻ പിന്തിരിഞ്ഞു പോയില്ല. അവൻ പുറകോട്ട് പോയില്ല. അവൻ അവന്റെ ഭവനത്തിലേക്ക് പോയില്ല. അവൻ എന്നാ ചെയ്തെന്ന് അറിയാമോ? അവൻ ഓടുവാനിടയാക്കിയിരുന്നു. ഇറങ്ങിയ സക്കായിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും, എന്തെല്ലാം അതിൽ തടസ്സങ്ങൾ വന്നാലും അവൻ, ഞാൻ ഇറങ്ങിയോ എന്നാൽ ഞാൻ അവന്റെ അടുക്കലെത്തുമെന്ന്. ഇന്ന് രാത്രികാലം ഇതുപോലെ വേണം കേട്ടോ. ഇന്ന് രാത്രികാലം ഈ വചനം ശ്രവിക്കുമ്പോൾ നീ സക്കായിയെ പോലെ ആകണം. പ്രതിസന്ധി വരും, പ്രതികൂലം വരും, എന്നാലും നിന്റെ ഓട്ടത്തിന് ഭംഗം വരുത്തരുതെന്ന്. ആത്മീക ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടക്കളമാണ്. ചുമ്മാതെ ഒന്നും ബിരുദം പ്രാപിക്കാൻ പറ്റത്തില്ലെന്നേ. നല്ല ജോലി ലഭിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. കർത്താവ് വാഗ്ദത്തം ചെയ്തത് നിത്യജീവൻ എന്ന വാഗ്ദത്ത വിഷയമാണെങ്കിൽ അവൻ അത് മനുഷ്യർക്ക് തരാൻ കഴിയാത്ത അത്യുത്തമമായ ഒരു പദവിയാണെങ്കിൽ അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ചില കഷ്ടപ്പാടുണ്ടെന്ന്. ചുമ്മാതെ അല്ല, മനുഷ്യൻ തരാത്തതാ ദൈവ പൈതലേ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി തരാൻ പോകുന്നത്. ഹല്ലേലൂയ.
ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്നവർക്ക് ഒരു മെസ്സേജ് ഞാൻ ഇന്ന് രാത്രികാലം കൈമാറുവാൻ ആഗ്രഹിക്കുക. ആത്മീക ജീവിതത്തിൽ തളരാതെ ഓടുന്നവനാ യേശുവിന്റെ അടുക്കൽ എത്തുവാൻ പറ്റത്തുള്ളൂ കേട്ടോ. തന്റെ ജീവിതത്തിൽ തടസ്സം വന്നപ്പോഴും സക്കായി തളർന്നില്ല, അവൻ പിന്നോട്ട് നോക്കിയില്ല. തളരാതെ ഓടിയ സക്കായി യേശുവിനെ കാണുവാൻ ഇടയാക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ആത്മീക ജീവിതത്തിൽ നീ ഓടുന്നുവെങ്കിൽ നീ തളരാതെ ഓടുവാൻ തക്കവണ്ണം നീ ഇന്ന് രാത്രികാലം ഒന്ന് ശക്തിപ്പെട്ടേ. സക്കായി ഓടിയതുപോലെ ഓടുവാൻ തയ്യാറാണെങ്കിൽ നീ ലക്ഷ്യത്തിലെത്തും, നീ യേശുവിന്റെ അടുക്കലെത്തുമെന്ന്. ഒന്ന് ചിന്തിക്കണേ. ഹല്ലേലൂയ. സക്കായി ഓടുന്നത് വേണ്ടിയാണെന്നറിയാമോ? അനേകർ ഇങ്ങനെ റോഡിന്റെ അല്ലെ സൈഡിൽ കൂടി ഇങ്ങനെ നിരന്ന് നിൽക്കുക. സക്കായി ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചേട്ടന്റെ തോളിൽ തട്ടിട്ടൊന്ന് ചോദിച്ചു, ചേട്ടാ എനിക്കും ഒരു അല്പം ഇടം തരാമോ? ഞാൻ ആ യേശുവിനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് കണ്ടിട്ടങ്ങ് മാറിത്തരാം നീ. ഹല്ലേലൂയ. ആരെങ്കിലും സക്കായിക്ക് വേണ്ടി മാറിക്കൊടുത്തോ? ആരെങ്കിലും മാറിക്കൊടുത്തെങ്കിൽ സക്കായി ഇങ്ങനെ ഓടേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. സക്കായി നിന്ന് തട്ടിയപ്പം അവരെന്നാ പറഞ്ഞു കാണും? എന്റെ സക്കായി നീ അങ്ങോട്ട് മാറി നിൽക്കും, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കാണൂല്ലേ? ഹല്ലേലൂയ. പാവ സക്കായിക്ക് അവിടെ ഒരു ഇടം കിട്ടിയില്ല, അവൻ ഓടുകയാ. പ്രൈസ് ഗോഡ്. അവൻ ഓടി ചെന്നിട്ട് എന്താ ചെയ്ത? വായിച്ചാട്ടെ, അതിന്റെ താഴേക്ക് വായിച്ചാട്ടെ. സക്കായി ആ പുരുഷാരത്തിന്റെ പുറകെയാ ഓടുന്ന കേട്ടോ. വായിച്ചാട്ടെ. എന്നാലേ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. പ്രൈസ് ഗോഡ്. ഇത് രാത്രികാലം സക്കായി എവിടെയാ? ഒരത്തിയുടെ മുകളിൽ ഇരിക്കുകയാ. ഹല്ലേലൂയ. ആ സൈഡിൽ എങ്ങ് സക്കായിക്ക് സ്ഥലം കിട്ടിയില്ല, ആരും സക്കായിക്ക് ഇടം കൊടുത്തില്ല. എന്നാ സക്കായി എന്നാ ചെയ്തു? അവൻ ഓടുക. പ്രൈസ് ഗോഡ്. അവൻ ഓടി ചെന്ന് ഒരു മരത്തിന്റെ മീതെ കയറി ഇരിപ്പനിടയായി തീർന്നു. വായിച്ചാട്ടെ. അവൻ ഓടി ചെന്ന് ഒരു മരത്തിന്റെ മുകളിൽ കയറുവാൻ ഇടയായി തീർന്നു. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി. പ്രൈസ് ഗോഡ്. മതി. ഹല്ലേലൂയ. സക്കായി മരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ യേശു അതുവഴി വന്നു. ഒന്ന് ചിന്തിക്കണമേ. ഹല്ലേലൂയ. ഈ റോഡിന്റെ രണ്ട് സൈഡിലും ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാട്ടോ. സക്കായിക്ക് അവിടെ ഒന്നും ഇടം കിട്ടിയില്ല. എല്ലാരും സക്കായിയെ തഴഞ്ഞു. എല്ലാവരുടെയും പുറകെ സക്കായി കിടക്കുകയാ. ഹല്ലേലൂയ. ആരും ഒരിടം കൊടുക്കാതിരുന്നപ്പോ അവൻ കയറി ഒരു കാട്ടത്തിനിൽ ഇരിപ്പാൻ ഇടയാക്കിയിരുന്നു. യേശു അവിടെ വന്നപ്പോ എങ്ങോട്ടാ നോക്കിയത്? സക്കായി എവിടെ നിന്നാ നോക്കിയത്? ഹല്ലേലൂയ. സക്കായി എവിടെയെന്നാ നോക്കിയത്? ഇന്ന് രാത്രികാലം അവൻ നോക്കുകയാ. ഈ സക്കായിയെ പോലെ പലരെയും എന്റെ കർത്താവ് അന്വേഷിക്കുകയാ. ഈ സക്കായിയെ പോലെ പുറകിക്കൂടെ ഓടുന്നവരുണ്ട് കേട്ടോ. ഈ സക്കായിയെ പോലെ ഒരിടം കിട്ടാതെ അനേകർ തഴഞ്ഞിട്ടിരിക്കുന്ന അനേകരുണ്ടെന്ന്. ഇന്ന് ഈ വചനം നീ ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്ന് കേൾക്കുമ്പോ ഒരുപക്ഷെ നീ പലരാളും തടയപ്പെട്ടവരായിരിക്കാം, ഒരുപക്ഷെ ആരും നിനക്കിടം തരാതിരിക്കുന്നവരായിരിക്കാം. സക്കായിയെ പോലെ നീ ഒരവസരം ചോദിച്ചപ്പോ അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞതുപോലെ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, സക്കായിയെ കണ്ട കർത്താവ് നിന്നെ കണ്ടുകൊട്ടോ. യേശു നോക്കിയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നമ്മളൊക്കെ ആണെങ്കിൽ 10 പേര് കൂടി നിൽക്കുന്ന അവരെ നോക്കത്തുള്ളൂ. രണ്ട് സൈഡിൽ നിൽക്കുന്ന പുരുഷാരത്തെ അല്ല കർത്താവ് നോക്കിയേ. ആ പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് യേശു അന്വേഷിച്ചത് സക്കായി. യേശു സക്കായിയെ, ആരൊക്കെ നിന്നെ തടഞ്ഞാലോ എനിക്ക് നിന്നെ വേണമെന്ന്, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും സക്കായിയെ എനിക്ക് നിന്നെ വേണമെന്ന്, ആരൊക്കെ നിന്നെ തള്ളിയാലും സക്കായിയെ എനിക്ക് നിന്നെ വേണമെന്ന്. രാത്രികാലം ഏറ്റെടുത്തോട്ടെ. രാത്രികാലം ആരാധിച്ചേ. രാത്രികാലം ഈ വചനം ഏറ്റെടുത്തേ. ദൈവ പൈതലിന് നിന്നോടുള്ള വചനമാണ്. സഹോദരൻ, ഇത് നിന്നോട് തന്നെയുള്ള വചനമാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ കർത്താവിന് നിന്നെ പറ്റി ആവശ്യമുണ്ടെന്നേ, എന്റെ കർത്താവിന് നിന്നെ വേണമെന്നേ, അവന് നിന്നെ ആവശ്യമുണ്ടെന്നേ. പറയുന്നവർ പറയട്ടെ, തള്ളുന്നവർ തള്ളട്ടെ, മാറ്റി നിർത്തുന്നവർ മാറ്റി നിർത്തിക്കോട്ടെ. അവൻ ഒന്നും നിന്റെ ശാപത്തിനല്ല,
എല്ലാം നിന്റെ അനുഗ്രഹത്തിനാണെന്ന് ഇന്ന് രാത്രിക്കാലം നീ ഏറ്റെടുത്തോ. യേശുവിന് സക്കായിയെ വേണം. സക്കായിയെ കണ്ട യേശു സക്കായിയോട് എന്താ പറഞ്ഞേ? വായിച്ചാട്ടെ. സക്കായിയെ കണ്ട യേശു സക്കായിയോട് എന്താ പറഞ്ഞേ? അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി. അവൻ മേലോട്ട് നോക്കി. സക്കായിയെ വേഗം ഇറങ്ങി വാ. സക്കായിയോട് പറഞ്ഞു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് ഞാൻ പറഞ്ഞു. നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാ സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ കേട്ടോ. ഒന്ന് ചിന്തിച്ചേ, ഇത്രയും നേരം ഈ സക്കായി പുറകിൽ ചെന്ന് ഒരു അല്പം സ്ഥലം ചോദിച്ചപ്പോ അങ്ങോട്ട് മാറി നിൽക്കാൻ സക്കായിയോട് പറഞ്ഞവരൊക്കെ ഇപ്പൊ എന്നാ ചെയ്ത് കാണും? സക്കായി ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ എന്നാ ചെയ്ത് കാണും? ഒന്ന് പറഞ്ഞാട്ടെ. അങ്ങ് മാറിക്കൊടുത്ത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മരത്തിന്റെ മുകളിൽ നിന്ന് ബന്ധപ്പെട്ട് യേശുവിന്റെ വാക്ക് കേട്ട് സക്കായി ഇറങ്ങി വന്നപ്പോ കുറച്ച് മുമ്പല്ലേ സക്കായി ഈ കൂടെ നിന്നവർ നിന്നോട് പറഞ്ഞത്, സക്കായി നീ അങ്ങ് മാറി നിൽക്ക, ഞങ്ങൾ യേശുവിനെ കാണട്ടെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയവരൊക്കെ ഇപ്പൊ എന്നാ ചെയ്യുന്നത് അറിയാമോ? സക്കായി നീ വന്നപ്പോ വഴി മാറി തരികയാ. യേശു നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ തടസ്സങ്ങളൊക്കെ നിന്റെ മുമ്പിൽ മാറും കേട്ടോ. യേശു നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ തടസ്സങ്ങൾ നിന്റെ മുൻപിൽ മാറും. നിനക്ക് വേണ്ടി വഴികൾ തുറന്നു തരുമെന്ന്. യേശു നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ അവൻ നിന്നെ മാനിപ്പാടയാക്കിയിരുമെന്ന്. ഇന്ന് രാത്രിക്കാലം നീ ഏറ്റെടുത്തോ. നിന്റെ നിന്ദ നിന്റെ ശാപത്തിനല്ല. നീ കേൾക്കുന്ന പരിഹാസം നിന്റെ ശാപത്തിനല്ല. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച വേദന നിന്റെ നിന്ദക്കല്ലെന്ന്. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ചതേ വേദന നിന്റെ അനുഗ്രഹത്തിനെന്ന് ഇന്ന് രാത്രിക്കാലം നീ തിരിച്ചറിഞ്ഞവട്ട. നാളുകളിൽ സക്കായിയെ പോലെ അനേകർ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിന്റെ നിന്ദക്കല്ല സഹോദര, അതൊന്നും നിന്റെ പരിഹാസത്തിനല്ല സഹോദര, അതൊക്കെയും നിന്റെ അനുഗ്രഹത്തിനെന്ന് ഇന്ന് രാത്രിക്കാലം നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ. രാത്രികാലം ഒന്ന് ഏറ്റെടുത്താട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം ഏറ്റെടുത്താട്ടെ. സക്കായിയെ പോലെ ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് നിന്നെ വിളിക്കുകയാ. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ വിളിക്കുകയാ. നീ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ വിളിക്കുകയാ. സക്കായിയെ പോലെ എന്റെ കർത്താവ് നിന്നെ വിളിക്കുമ്പോൾ ഇന്ന് രാത്രികാലം അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ സകല പ്രതിസന്ധികളും ഇന്ന് രാത്രികാലം യേശു മാറ്റാൻ പോവുകയാണ്. രാത്രികാലം നീ ഒന്ന് വിശ്വസിക്കേ. രാത്രികാലം നീ ഒന്ന് വിശ്വസിക്കേ. അവൻ നിന്റെ പ്രതിസന്ധിയെ മാറ്റാൻ പോവുക. ദൈവത്തിൽ അവൻ നിന്റെ പ്രതികൂലത്തെ മാറ്റാൻ പോവുക. അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്റെ താഴേക്ക് വായിച്ചാട്ടെ. യേശു വിളിച്ചപ്പോൾ സക്കായി ഇറങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയെ പറ്റി ഹല്ലേലൂയ മനുഷ്യർ പറഞ്ഞ എന്നാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. സക്കായിയെ പറ്റി മനുഷ്യർ പറഞ്ഞ എന്നാണെന്ന് അറിയാമോ? പാപിയായ മനുഷ്യൻ. അവൻ പാപിയാ. നീയുമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇത് തന്നെയാ കേട്ടോ. നിന്നെ നോക്കിയിട്ട് മനുഷ്യർ പറയും നീ പാപിയാണെന്ന്. ഹല്ലേലൂയ. നിന്നെ നോക്കിയിട്ട് ലോകം പറയും നീ കൊള്ളത്തില്ലെന്ന്. നിന്നെ നോക്കിയിട്ട് ലോകം പറയും നീ പാപിയാണെന്ന്. എന്നാൽ കർത്താവ് നിന്നെയല്ല തെരഞ്ഞെടുത്തേ. സ്തോത്രം. രാത്രികാലം ഒന്ന് ഏറ്റെടുത്തേ. ലോകം പറയുന്നതല്ല കർത്താവ് നിന്നെ പറ്റി പറയുന്നത്. ലോകം പറഞ്ഞതല്ല കർത്താവ് നിന്നെ പറ്റി പറഞ്ഞത്. ലോകം നിന്നെ നോക്കി പാവിയാ, നീ പാവിയാന്ന് പറഞ്ഞപ്പോ കർത്താവ് നിന്നെ നോക്കി പറഞ്ഞ എന്നാണെന്ന് അറിയാമോ? നീ പാവിയല്ല, ഇവൻ അബ്രഹാമിന്റെ സന്തതിയാണ്. രാത്രികാലം ഏറ്റെടുത്തോ. ലോകം പറയുന്നതല്ല കേട്ടോ എന്റെ കർത്താവ് നിന്നെ നോക്കി പറയുന്നേ. ലോകത്തിന് പറയാനുള്ളത് കേട്ട് നീ ഭാരപ്പെടരുത്. ലോകം നിന്നെ പറയുന്നത് നോക്കി
നീ ഭാരപ്പെടരുത്. ലോകം നിന്നെ നോക്കി പറയുന്നതല്ല യേശു നിന്നെ നോക്കി പറയുന്നത്. ലോകം നിന്നെ നോക്കി പാവി എന്ന് പറയുമ്പോ യേശു നിന്നെ നോക്കി പറയുന്നു, നീ പാവിയല്ല, നീ അബ്രഹാമിന്റെ സന്തതിയാണെന്ന്. ലോകത്തിന്റെ സാക്ഷ്യമല്ലല്ലോ നമുക്ക് ആവശ്യം, ലോകം പറയുന്നതല്ലല്ലോ നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം കർത്താവ് എന്ന് പറയുന്നു, അതല്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാല ദൈവമക്കളെ, ലോകം പറഞ്ഞതും കേട്ട് നീ തലവമന് നടക്കരുത് കേട്ടോ. നീ പാവിയെന്ന് നിന്റെ ഉറ്റവരും ഒഴിയവരും നീ സ്നേഹിക്കുന്ന ഓരോരുത്തരും പറഞ്ഞു കേട്ട് നീ വെറുതെ തല പൊണ്ണാക്കി നടക്കരുത്. ലോകത്തിന് പറയാനുള്ളത് പറയട്ടെ, യേശുവിന് പറയാനുള്ളത് അതല്ല. യേശുവിന് പറയാനുള്ളത് ഇവൻ അബ്രഹാമിന്റെ സന്തതി എന്നാണ്. ഹല്ലേലൂയ. സക്കായിയെ കർത്താവ് രക്ഷിപ്പാനിടയാക്കിയാണ്. ഹല്ലേലൂയ. സക്കായിയുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, അവനെ ഒന്ന് കാണണം, അവൻ എങ്ങനെയുള്ളവനെന്ന് അറിയണം. ഇതായിരുന്നു സക്കായിയുടെ ഹൃദയത്തിലെ ആഗ്രഹം. സക്കായിയുടെ ഹൃദയത്തിലെ ആഗ്രഹം അവനെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചതുപോലെ ഇന്ന് രാത്രികാലം ആത്മാവിൽ വിളിച്ചു ചോദിക്കട്ടെ, നിന്റെ ഹൃദയത്തിലും ഇപ്രകാരം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ പരിപാലിക്കും, യേശു നിന്നെ കരുതുമെന്ന്. സക്കായിയുടെ പാപത്തെ മനുഷ്യര് ക്ഷമിച്ചില്ല, സക്കായിയുടെ കുറവുകളെ മനുഷ്യര് ക്ഷമിച്ചില്ല. എന്നാൽ സക്കായിയുടെ കുറവിനെ കർത്താവ് ക്ഷമിച്ചു കേട്ടോ. ഇന്ന് രാത്രികാലം കരമുയർത്തി പറഞ്ഞേ, എന്റെ പാപത്തെ കർത്താവ് ക്ഷമിച്ചതെന്ന്, എന്റെ കുറവുകളെ കർത്താവ് ക്ഷമിച്ചതെന്ന്, എന്റെ പാപത്തെ അവനാ പോക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ലോകമേ നീ എന്തു പറഞ്ഞാലും എനിക്ക് വിഷയമില്ലെന്നേ. ക്ഷമിക്കേണ്ടവൻ ക്ഷമിച്ചു, ഇനി നീ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. പൊറുക്കേണ്ടവൻ പൊറുത്തു, അതുകൊണ്ട് ഇനി നീ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ലെന്നേ. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ നീതിമാനാണോ? നീ ഭയപ്പെടണ്ട. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ പെർഫെക്റ്റ് ആണോ? അത് മതി. യേശുവിന് അതേ ആവശ്യമുള്ളൂ. സുവിശേഷത്തെ നമുക്ക് ഇപ്രകാരം വായിപ്പാൻ കഴിയുന്നു. ഹല്ലേലൂയ. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മോശയുടെ പ്രമാണം അനുസരിച്ച്, യേശുവെ മോശയുടെ പ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. യേശു അവരോട് പറഞ്ഞ ഒറ്റ വാക്യമുള്ളൂ കേട്ടോ. ആ സമൂഹത്തിന്റെ മുൻപിൽ അവൾ തലകുനിച്ച് നിൽക്കുകയാ. എന്ത് പറയണമെന്നറിയാതെ തലകുനിച്ച് നിൽക്കുന്ന ആ പാപിനിയായ സ്ത്രീ പരീശന്മാരുടെയും ശാസ്ത്രിയുടെയും നടുവിൽ നിൽക്കുമ്പോൾ, അവളെ കുറ്റം ചുമത്തുമ്പോൾ, അവളെ എറിയുവാൻ വേണ്ടി കല്ലും കരത്തിലെടുത്ത് അനേകം നോക്കി നിൽക്കുമ്പോൾ, അവൾക്ക് വിരോധമായി അവിടെ കൂടി നിന്നിരുന്ന അനേക കരങ്ങൾ അവൾക്ക് വിരോധമായി ചൂണ്ടിയപ്പോൾ, ഏതൊക്കെ കരം അവൾക്ക് വിരോധമായി ചൂണ്ടി എന്നല്ല നോക്കിയത്, ആരൊക്കെ അവളെ എറിയുവാൻ കല്ലെടുത്തുവെന്നല്ല കർത്താവ് നോക്കിയത്. യേശു പറഞ്ഞത് ഒറ്റ വാക്കേയുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ കല്ലെറിയട്ടെ. അനേക കരം ആ സ്ത്രീക്ക് പ്രതികൂലമായി നീണ്ടപ്പോൾ, അനേക കരത്തിൽ കല്ലുമായി അനേക അവൾക്ക് പ്രതികൂലമായി നിന്നപ്പോ, അവൾക്ക് അനുകൂലമായി ഒരൊറ്റ കരം ചൂണ്ടി, അത് മറ്റാരുടെയും കരമല്ല, അത് ഉടയവന്റെ കരമാണെന്ന്. അനേകരുടെ കരം പ്രതികൂലമായി അവൾക്ക് വിരോധമായി നീണ്ടപ്പോൾ, യേശുവിന്റെ കരം അനുകൂലമായി നീണ്ടപ്പോൾ, യേശു അവളെ വിടുവിപ്പാനിടയായിരിക്കുന്നു. എത്ര കരം നിനക്ക് പ്രതികൂലമായിക്കോട്ടെ സഹോദര, നീ ഭാരപ്പെടേണ്ട സഹോദര. നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ വേദനിക്കുന്നേ? ഹല്ലേലൂയ. ചൂണ്ടുന്നവരൊക്കെ ചൂണ്ടട്ടെ, എറിയുന്നവരൊക്കെ എറിയട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ കർത്താവല്ലേ? നിന്റെ കൂടെ നിൽക്കുന്നത് എന്റെ കർത്താവല്ലേ? പാവനിയായ സ്ത്രീയോട് യേശു പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ കേട്ടോ. യേശു അവളെ കുറ്റപ്പെടുത്തിയല്ല ചെയ്തേ. യേശു പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇനി നീ പാപം ചെയ്യരുത്. ഇനി നീ പാപം ചെയ്യരുത്. ഈ 2020
നിന്നെ വിട്ട് കടന്നു പോകുമ്പോൾ, 2021 നീ പ്രവേശിക്കുമ്പോൾ, ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഓൺലൈനിലൂടെ വചനം ശ്രമിക്കുന്ന ദൈവമക്കളോട് ആത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ കുറ്റം ചുമത്തുന്നവരുടെ മുമ്പിൽ യേശു നിന്നോട് ആവശ്യപ്പെടുന്നു, ഇനി പാപം ചെയ്യരുത്. യേശു നിന്റെ പക്ഷത്തുണ്ടെന്ന്. ഇനി പാപം ചെയ്യരുത്. യേശു നിനക്ക് വേണ്ടിയിട്ടുണ്ട് സഹോദര. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടോ. ആരൊക്കെ നിന്റെ പക്ഷത്തില്ലെങ്കിലും, ആരൊക്കെ നിന്റെ പക്ഷത്തില്ലെങ്കിലും യേശുവിന്റെ പക്ഷത്തിലുണ്ടെന്ന്. ആരൊക്കെ നിനക്ക് പ്രതികൂലമാണെങ്കിലും യേശു നിനക്ക് അനുകൂലമാണെന്ന്. സക്കായിയുടെ ഭവനത്തിൽ കടന്നു വന്നതുപോലെ ഇന്ന് രാത്രികാലം യേശു നിന്റെ ഭവനത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ആ കർത്താവിനെ ഒന്ന് സ്വീകരിപ്പാൻ നീ റെഡിയാണോ? അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുപ്പാൻ റെഡിയാണോ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ ഇരിക്കുമെന്ന് സക്കായി നിന്നോട് പറഞ്ഞത് കർത്താവാണെങ്കിൽ, നിന്റെ ഭവനത്തെ ഇന്ന് രാത്രികാലം ഒന്ന് ഒരുക്ക്. സക്കായിയോട് പറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ഇന്ന് രാത്രികാലം ആത്മനിറവിൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന കർത്താവ് ഇന്ന് രാത്രികാലം നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. എത്ര പേര് പകൽക്കാലം ആ ക്രിസ്തുവിനെ ഒന്ന് പ്രാപിപ്പാൻ, എത്ര പേര് രാത്രികാലം ആ ക്രിസ്തുവിനെ ഒന്ന് സക്കായി സ്വീകരിച്ചതുപോലെ സ്വീകരിപ്പാൻ. ഈ 2020 നിന്നെ വിട്ട് കടന്നു പോകുമ്പോ ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുത്ത് പറ, ഇനി എന്റെ ഭവനത്തിൽ യേശു ഉണ്ടെന്ന്. ഇത്രയും നാളും എന്റെ ഭവനത്തിൽ യേശുവില്ലായിരുന്നു, എന്നാൽ ഇനി എന്റെ ഭവനം ഇങ്ങനെയല്ല. ഇനി എന്റെ ഭവനത്തിൽ യേശു ഉണ്ട്. സക്കായിയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവുക. സക്കായിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രികാലം മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഈ വചനം തുറന്നു വെൽപ്പാൻ ഈ മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് ആ വചനത്തിന്റെ മുൻപിൽ ഇരിപ്പാണ്ടാക്കണം നിന്നെ പ്രേരിപ്പിച്ചത് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, യേശു നിന്റെ ഭവനത്തിൽ വരാൻ പോവുകയാണ്. സക്കായിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണ്ടേ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത് കേട്ടോ. ഇന്ന് കർത്താവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തെ കഠിനമാക്കരുത്, അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക. യേശു നിന്നെ വിളിക്കുകയാ സഹോദര സഹോദരി, യേശു നിന്നെ വിളിക്കുകയാ. അവന് വേണ്ടി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിന്റെ പാപം അവൻ ക്ഷമിക്കും, നിന്റെ കുറവുകൾ അവൻ പോക്കും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ അവൻ കാണുന്നു. നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ അവൻ കണ്ടത്. സക്കായിയെ കണ്ടതുപോലെ യേശു നിന്നെ കാണുകയാ. സക്കായിയെ കൺപിടിച്ചതുപോലെ യേശു നിന്നെ വിളിക്കുക. സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോയതുപോലെ യേശു നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. സക്കായിയെ നോക്കി ലോകം പറഞ്ഞപ്പോൾ, അവൻ പാപി എന്ന് പറഞ്ഞപ്പോൾ, ലോകത്തിന് പറയാനുള്ളതല്ല കർത്താവിന് പറയാനുള്ളത്. കർത്താവിന് പറയാനുള്ളത്, സക്കായിയെ, നീ പാപിയാണെങ്കിൽ നിന്റെ പാപത്തെ ഞാൻ പോക്കാം, പക്ഷെ നീ അബ്രഹാമിന്റെ സന്തതിയാ, നീ ദൈവത്തിന്റെ പൈതലാ. ഇന്ന് രാത്രികാലം ഈ ലോകത്തോടൊരു ബൈ പറഞ്ഞേ. ഇന്ന് രാത്രികാലം നിന്റെ ജഡത്തോടൊരു ബൈ പറഞ്ഞേ. ഇന്ന് രാത്രികാലം നിനക്ക് വിരോധമായി നിൽക്കുന്ന മനുഷ്യനോടൊരു ബൈ പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞേ, നിങ്ങളൊന്നുമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലെന്നേ, എല്ലാത്തിന്റെ ഉടയവൻ എന്റെ കൂടെ ഉണ്ട്. അവൻ എന്നെ അനുഗ്രഹിക്കും, അവൻ എന്നെ വഴി നടത്തും. ഇന്ന് രാത്രികാലം ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ എത്രയോ വലിയവനായ കർത്താവാ. ഈ വചനം ഇന്ന് രാത്രികാലം ദൈവം നിന്നെ സ്പർശിക്കണം. കഴിഞ്ഞ നാളുകളൊക്കെയും ഹല്ലേലൂയ ഭാരപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനം നിന്നെ തൊഴണം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നീ ആരായാലും യേശു നിന്നെ വിടുവിക്കും. അവന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു വലിയവനാ, യേശു വലിയവനാ. ഇന്ന് രാത്രികാലം എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കണ്ണു നടച്ചാട്ടെ.
ഇന്ന് രാത്രികാലം സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹൃദയം ആ ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ ഓൺലൈനിലൂടെ വചനം ശ്രമിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, ഞാനായിരിക്കുന്ന മണ്ഡലങ്ങൾ അങ്ങ് അറിയുന്നു. കർത്താവേ, ഈ ഓൺലൈനിൽ വചനം ശ്രമിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ ഞാൻ അറിയുന്നില്ല, ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. എന്നാൽ ഉയർത്തിലിരിക്കുന്ന കർത്താവ് സകലത്തെയും അറിയുന്ന, സകലരെയും അറിയുന്ന കർത്താവ്. ഇന്ന് രാത്രികാലം യേശുവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക കർത്താവേ. അങ്ങ് അനുഗ്രഹിക്കണം കർത്താവേ, അങ്ങ് വഴി നടത്തണം കർത്താവേ. ഈ 2021 ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവരെ, കണ്ണടച്ചിരിക്കുന്നവരെ, വചനം ശ്രമിക്കുന്നവരെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ 2021 ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന്റെ വർഷമായി മാറ്റണമേ കർത്താവേ. ഒന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, സക്കായി ആഗ്രഹിച്ചതുപോലെ, സക്കായിയുടെ ഭവനത്തിൽ വന്നതുപോലെ ഞങ്ങളുടെ ഭവനത്തിൽ ഒന്ന് കടന്നു വരണമേ. അത് ഞങ്ങൾ ആഗ്രഹിക്കുക കർത്താവേ. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ഞങ്ങൾ ആരെന്നുള്ളത് ഞങ്ങൾ വിട്ടുകളഞ്ഞു, ഞാനെന്നുള്ള പാപം വിട്ടുകളഞ്ഞു. ഇന്ന് രാത്രിക്കാലം ഒന്ന് ആഗ്രഹിക്കുക കർത്താവേ. യേശുവേ, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കണമേ. അത് മാത്രമാ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നേ. അത് നിവർത്തിക്കണം. ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ ഹൃദയത്തെ കാണുന്ന കർത്താവ്, ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ നിലവുകളെ അറിയുന്ന കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് ദൈവത്തെ തുതിക്കുക. ഇന്ന് രാത്രിക്കാലം സമർപ്പിച്ച ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിലെ ജീവിതം വിട്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻദാസൻ സാബു പാസ്റ്റർ കുടുംബത്തെയും അവരുടെ മിനിസ്ട്രിയെയും അവിടെ കൂടുന്ന ഓരോ കുടുംബത്തെയും, ഓൺലൈനിൽ വചനം ശ്രമിക്കുന്ന ഓരോ വ്യക്തികളെയും, പല പ്രദേശത്തുള്ള ഓരോ വ്യക്തികളെയും, ഈ സമയം സിനായ് വർഷിപ്പ് സെന്ററിനെയും രാത്രികാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതുവരെയും കാണാത്ത ചില അനുഗ്രഹങ്ങൾ യേശുവേ അങ്ങ് പകർന്നു തരുമാറാകണമേ. ആർമി ഓഫ് ജീസസ് എന്ന മിനിസ്ട്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനെ അത് ശക്തിയോടെ എടുത്ത് ഉപയോഗിച്ചാട്ടെ. കർത്താവ് നിന്റെ ഭക്തന്, നിന്റെ ദാസന് കൊടുത്ത വിടുതൽ ആ ദേശത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. ആ സാക്ഷ്യം അനേക സാക്ഷ്യങ്ങൾ ഉളവാക്കുന്ന സാക്ഷ്യമായി മാറട്ടെ. യേശു ചില കുടുംബങ്ങളെ തൊടാൻ പോകുന്ന ദൈവത്തെ സ്തുതിക്കുക. യേശു ചില വ്യക്തികളോട് സംസാരിക്കാൻ പോകുന്ന ദൈവത്തെ സ്തുതിക്കുക. ദൈവ പ്രവൃത്തി ഇന്ന് രാത്രികാലം വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം വിടുതൽ കൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാത്രികാലം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടത് ഓർത്ത് നമ്മൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിന്റെ ഹൃദയത്തെ അവൻ കണ്ടതോർത്ത് അവനെ ഒന്ന് സ്തുതിച്ചാട്ടെ. രാത്രികാലം ഒരു പുത്തൻ ഉണർവോടെ വേണം കേട്ടോ കടന്നു പോകാൻ. അതിന് നാളുകൾ നമ്മുടെ ജീവിതം എങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ ഇന്ന് ആ ശത്രുവിനെ നോക്കിയിട്ട് പറയണ, ശത്രുവേ, ഇനി നിന്റെ ഒരു ആയുധവും ഭരിക്കത്തില്ല, ഇനി ഞാൻ ദൈവത്തിന്റെ ഭക്തനാണെന്ന്. എന്റെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം.